അപ്പൊ ഗൈസ് ഇന്നിന്റെ ദിവസമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ചാലഞ്ച് ഹൂ നോസ് മീ ബെറ്റർ ചാലഞ്ച് ആണ്. ഇന്റെ ഒരു സൈഡില് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇരിക്കുന്നുണ്ട്. ഒറ്റയ്ക്കാണ് പോരാടാൻ പോകുന്നത്. ഇതിന്റെ ഒരു സൈഡില് ഇതിന്റെ ഭാവി വരവിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അതായത് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാലഞ്ച് ആണ്. ആർക്കാണ് എന്നെ ഏറ്റവും കൂടുതലും അറിയാം, ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആരാണോ കറക്റ്റ് ആയിട്ട് ആൻസർ പറയാ അവരായിരിക്കും വിന്നർ ആയിട്ട് വരാ. തെറ്റിച്ച് കഴിഞ്ഞിട്ട് ഒരു കൈ ഉണ്ടെങ്കില് ഇത് വെച്ചിട്ട് നല്ല കുത്തിനെടുത്തതാ. അത് അവിടെയാണ് കൊടുക്കാൻ എളുപ്പം. ഇങ്ങനെ കുത്തു കിട്ടും. അത് ജുനുവിന് കൂടുതൽ കൊടുക്കാൻ വേണ്ടിട്ടാണ് ആ കയ്യിൽ അത് ഇട്ടെന്നാണ് ബലമായ സംശയം. കയ്യിൽ ഞാൻ നോക്കി, പക്ഷെ ഇത് ഒറ്റൊന്ന് കിട്ടിയിട്ടുള്ളൂ. അതാണല്ലേ എല്ലാം രണ്ടെണ്ണം ഞാൻ ഇങ്ങനെ കൊടുക്കാന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നേ കിട്ടിയുള്ളൂ. അത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ ഇതിന്റെ ചാലഞ്ച് ചെയ്യാൻ പോകുന്ന വെച്ചാല് ഷാമി അവളെ പറ്റിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ രണ്ട് ടീമിനോടും, ടീമായിട്ടല്ല നമ്മൾ 3 പേരോടും ചോദിക്കും. അതിൽ കൃത്യമായിട്ട് ആരാണ് ആൻസർ പറയാത്തത് അവർക്ക് അടി കിട്ടും. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ ഞാൻ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവരിപ്പോ എന്റെ ഡെയിലി ലൈഫിൽ എന്റെ കുറെ കൊല്ലങ്ങളായിട്ട് കൂടുതലുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവരടുത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. അതായത് എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് കുറെ കഥകളിലൊക്കെ ഉണ്ടാവല്ലോ, നമ്മളിങ്ങനെ ഇരുന്നിങ്ങനെ കഥ പറയുന്ന സമയത്ത് ഇന്നത് സംഭവിച്ചിരുന്നു അതിൽ നിന്ന് ഞാൻ ചോദിക്കും. ഓരോ കഥകളിലും ഞാൻ എടുത്തിങ്ങനെ ചോദിക്കുമോ, അതിന് കൃത്യമായിട്ട് ആൻസറുകൾ മൂന്നെണ്ണം പറഞ്ഞിട്ടില്ലെങ്കിലും എത്ര ചോദ്യം ഉണ്ട്? അതായത് ഒന്നുകിൽ ചുനി തോറ്റ് കഴിഞ്ഞാല് ഞങ്ങൾ ആരെങ്കിലും ഒരാൾ മാർക്കൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന്റെ ആ ഒരു ഗ്യാങ് ജയിച്ചു. 3 പേരും ഒറ്റയ്ക്കാണ് കേട്ടോ. 3 പേരും ഒറ്റയ്ക്കാണ്. 3 പേരോടും ഞാൻ കോമൺ ആയിട്ട് എല്ലാ കഥകളും പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നായിരുന്നു ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. ജുൻക തെറ്റിച്ച് കഴിഞ്ഞാല് 2 അടി കൂടുതൽ കിട്ടും. അതെന്താന്ന് വെച്ചാൽ നീ ഓർത്തിരിക്കണം, വേറെ അതിൽ വർത്താനൊന്നുമില്ല. ഓക്കെ, ഞങ്ങൾ റെഡി അല്ലേ? ഞാൻ ഓരോ രാത്രി ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചെടുത്ത ഓരോ ക്വസ്റ്റ്യൻസാ. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഞാൻ കാണുന്ന രീതിയിൽ നിങ്ങൾ എഴുതരുതില്ല. എന്റെ ഡ്രീം ജോബ് എന്താണ്? എന്റെ ഡ്രീം ജോബ് എന്താണ്? ഇത് തെറ്റിയ കഴിഞ്ഞു കഴിഞ്ഞങ്ങള് എനിക്ക് 100% ഉറപ്പാണ്. ചോദ്യം ചോദിച്ച ഉടനെ ഞാനത് എഴുതി. ഞാൻ നോക്കണം. വേണ്ട, ഇത് വേണോ? ഉത്തരം പറയല്ല. നിങ്ങളെ ക്വസ്റ്റ്യൻസ് നിങ്ങളെ ആൻസേഴ്സ് വായിച്ചിട്ടാണ് ഞാൻ ഉത്തരം പറയാ. ജുനിക്ക് എഴുതി കഴിഞ്ഞോ? ഓക്കെ, 3 പേരും ഒപ്പം കാണിക്കും. ഓക്കെ, 3, 2, 1 ഗോ. മേക്കപ്പ് ആർട്ടിസ്റ്റ്. അയ്യോ എന്താടാ, ഞാൻ ഫാഷൻ ഡിസൈനറോ? ഉദ്ദേശിച്ചതാണ് മാറിപ്പോയി. മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഫാഷൻ ഡിസൈനർ. ജിൻഖാന്റെ അടുത്ത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എനിക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവണത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിനു വേണ്ടി എഫേർട്ട് ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ ഇപ്പോഴും അങ്ങനത്തെ ഒരു ആഗ്രഹം തന്നെ ഉള്ളിലുണ്ട്. ശരി, ഓ ആയിക്കോട്ടെ. ഫാഷൻ ഡിസൈനർ, മേക്കപ്പ് ആർട്ടിസ്റ്റ് 2 ഉണ്ടല്ലേ? ഓന്റെ മനസ്സിലുണ്ടായിരുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, പക്ഷെ എഴുതിയപ്പോ മാറിപ്പോയി. പാവട്ടോ, എന്തായാലും ഒരു പോയിന്റ് പോയിട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട് ഗൈസ്. ഇതിൽ ടഫ് ആയിട്ടോ നോക്കലേ. Shami, you should be keeping an eye on your pace. You're too slow. കുറച്ച് സ്പീഡ് ആക്ക്. ഈടായിട്ട് ശ്രീ വെറും ഇംഗ്ലീഷ് ആണ്. എവിടുന്നോ കാര്യമായിട്ട് ശ്രീ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. അതല്ലേ അത് ഞാനല്ലേ നമ്മുടെ ഡുവലിംഗോ ആപ്പ് വഴി ഇന്റർമീഡിയറ്റ് കോഴ്സ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്.
സത്യം പറഞ്ഞാൽ ഞാനൊരു പാസ്റ്റ് 2-3 months ആയി ഡുവലിംഗോന്റെ ഈ ഒരു ഇന്റർമീഡിയറ്റ് ഇംഗ്ലീഷ് കോഴ്സ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയിട്ട്. അത് അത്യാവശ്യം നല്ല കോഴ്സ് കേട്ടോ. സത്യം പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം എന്താ അറിയോ, നമുക്കൊരു ഗെയിം കളിക്കുന്ന പോലെ തന്നെ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഇന്റർമീഡിയറ്റ് ഇംഗ്ലീഷ് കോഴ്സ് വഴി ഡുവലിംഗോയിൽ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിപ്പോ ഡുവലിംഗോന്റെ ആപ്പാണ്. ഇതിൽ നമ്മൾ ഇന്റർമീഡിയറ്റ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് കോഴ്സ് ഉണ്ട്. ഇത് കണ്ടില്ലേ, നമ്മൾ ഗെയിം കളിക്കുന്ന പോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് നമുക്ക് ആവശ്യമുള്ളത് പഠിച്ചെടുക്കാൻ പറ്റും. ശരി, അത് ഭയങ്കര ഈസിയല്ലേ? അതെ, ഭയങ്കര ഈസിയാണ്. ഇനിയിപ്പോ ഇംഗ്ലീഷ് മാത്രമല്ല, നമുക്ക് 40+ ലാംഗ്വേജസ് നമുക്ക് ഡുവലിംഗോന്റെ ആപ്പ് വഴി പഠിക്കാൻ പറ്റും. ഈസി ആയിട്ട് തന്നെ, ഫ്രീ ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ ജർമ്മൻ, സ്പാനിഷ്, ഫ്രഞ്ച് അങ്ങനെ 40+ ലാംഗ്വേജസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും ഈസി ആയിട്ടും ഡുവലിംഗോ ആപ്പ് വഴി പഠിക്കാൻ പറ്റും. അപ്പൊ ഡുവലിംഗോ ആപ്പിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എല്ലാവരും എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഗെയിമിലായിരുന്നല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, എന്റെ ഫേവറേറ്റ് കാർട്ടൂൺ ക്യാരക്ടർ. എല്ലാരും മുഖത്തോടെ നോക്കുന്നുണ്ട്. എന്റെ ഫേവറേറ്റ് കാർട്ടൂൺ ക്യാരക്ടർ. അതിപ്പോ നിങ്ങൾ എഴുതുന്നത് എന്റെ ഫേവറേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാനത് സമ്മതിച്ചു. അങ്ങനത്തെ അഹങ്കാരം എഴുതാൻ പോലും പഠിച്ചവരെ ഒന്നും കിട്ടുന്നില്ല. ടിക് ടിക് 1 അതൊന്നുമില്ല. ടിക് ടിക് 2 ടിക് ടിക് 3 ടിക് ടിക് 4 ടിക് ടിക് 5 ടിക് ടിക് 6 ഇല്ല പറ്റൂല. ഒന്ന് ടിക് ടിക് 7 ശ്രീ എനിക്ക് ടിക് ടിക് 8 ജുൻക വെട്ടിട്ട് ആർന്ന് എഴുതുന്നുണ്ട്. ടിക് ടിക് 9 കഴിഞ്ഞ ടിക് ടിക് 10 കഴിഞ്ഞ അവിടെ ഓക്കെ കാണിക്കാം. 3 2 1 ഗോ. എന്താണ്? ടോം നോക്കട്ടെ. ടോം ആൻഡ് ജെറി ആണ്. ഞാൻ ടോം അല്ല, ഫേവറേറ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ അടിയിൽ അത് കാർട്ടൂൺ അല്ലേ? ഒറ്റ മിനിറ്റ് ഇവിടെ ഒരു കാര്യം ചോദിക്കണ്ട്. അല്ലല്ലല്ലല്ല മരിച്ചു നിൽക്കാം. അല്ല മരിച്ചു ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ് 2 എഴുതി വെക്കരുത്. ടോം ആൻഡ് ജെറി. ടോം ആണോ ജെറി ആണോ? ക്യാരക്ടർ ആണ് ഞാൻ പറഞ്ഞത്. എന്നാലും ചെറിയ കൊടുക്കാം. അപ്പൊ ഒരു പോയിന്റ് ഇവിടെ, ഓരോ പോയിന്റ് വീതം ഇവിടെ. അതെ, നിങ്ങൾക്ക് രണ്ടാക്കും 2 പോയിന്റ്. സന്തോഷായില്ലേ? അടക്കൊന്ന് നേരത്തെ തെറ്റിയില്ലേ? ഒന്നേ ഉള്ളൂ. ഇത് സേഫ് പ്ലേ ആണ് കേട്ടോ. നടക്കൂലേ? ഒറ്റ എഴുതാൻ പാടുള്ളൂ ജുൻക. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എനിക്കുള്ള ഒരു യൂസ്ലെസ് ആയിട്ടുള്ള സ്കില്ല്, ഒരു ഉപകാരമില്ല ആ സ്കില്ലുണ്ട്. എത്ര എഴുതുന്നുള്ളൊരു സംശയം. അല്ല, അത് എഴുതിയത് കറക്റ്റ് ആണെങ്കിൽ ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഉപകാരമില്ല. എന്നാലും എന്നോള് വിചാരിക്കുന്ന ഒരു സാധനം, അതാണ് സംഭവം ഉദ്ദേശിച്ചത്. ഇല്ല, യൂസ്ലെസ് ആണത് ശരിക്കും. അത് എഴുതിക്കോളൂ, വളരെയധികം ആലോചിച്ച് എഴുതിക്കോളൂ. ഓരത് അവിടെ നിന്ന് എന്തോ എഴുതുന്നു. ഞാൻ വെറുതെ ഒത്തിരിട്ടല്ലേ. ശരി, അല്ല, ഓളെ രീതികൾ വെച്ചിട്ട് ശരിക്കും അതൊക്കെ ഒരു സ്കില്ലാണ്. പക്ഷെ അതിനെ കൊണ്ട് ഒരു കാര്യമില്ലാത്തൊരു സാധനം എഴുതിയുണ്ട്. ശരിക്കും ഇവിടെ ഇരിക്കുന്നതേ ടെൻഷൻ അടിച്ചിട്ടാ. ഇവിടുന്ന് ഇതുകൊണ്ട് അടി കിട്ടിയാലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല അടി കിട്ടുമെന്നുള്ള പേടിയിലായിരിക്കുന്നത്. അതൊന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ പേടിയാണ്. അല്ലെ, കാണിച്ചോ. എന്താണ് ഗോഷ്ടികൾ? ഡ്രോയിങ് സ്കില്ലുണ്ട്, ഇല്ലാതെ ഞാൻ പറയില്ല. പക്ഷെ അത് എനിക്ക് അങ്ങനെ കരുതിയുണ്ടോ എനിക്കറിയില്ല. അതെങ്ങനെ യൂസ്ലെസ് ആവും? സ്ലീപ്പിംഗ് അത് കറക്റ്റ് ആണ്. പക്ഷെ ഇത് കറക്റ്റ് ആണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഗോഷ്ടികൾ. ഭയങ്കര സ്കില്ലാണ് ഗോഷ്ടി കാണിക്കാൻ. ഒന്നുമില്ല, ഇവർക്ക് പോയിന്റ് ഉണ്ട്. കാരണം സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതൊരു സ്കില്ലാണ്. ഏത് സമയത്ത് എപ്പ വേണമെങ്കിലും ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ ഇവൾ എന്ത് സ്കില്ലെന്ന് വിചാരിക്കുന്നു, അതായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അല്ല, അതെന്താ അറിയോ, ഡ്രോയിങ് കൊണ്ട് അങ്ങനെ ഒരു ഉപകാരമില്ല. നന്നായിട്ട് വരയ്ക്കും. പക്ഷെ ഇതുവരെ ഇവള് കാര്യമായിട്ട് വരച്ച് ഒരു ഇതിൽ അങ്ങനെ പോസ്റ്റ് ചെയ്ത് അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ കണ്ടില്ല. അതിനോണ്ടാണ് ഞാൻ അതുകൊണ്ട് ഈ സ്വയം യൂസ്ലെസ് ആണ് വിചാരിക്കുന്നോന്നാണ് ഓള് വിചാരിച്ചത്. അല്ലാണ്ട് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇവിടെ ടീം വർക്ക് ഒന്നും ഇല്ല. സ്ലീപ്പിംഗോ അത് കറക്റ്റ്. അത് ഓക്കെ.
3 എനിക്ക് ഇതാ കിട്ടിയത് കേട്ടോ. 2, 3 ഡ്രോയിങ് ഈസ് യൂസ്ലെസ് അത്. ഓള് വിചാരിക്കുന്നത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അഞ്ചിക്ക് 3 മാർക്ക്, ജുൻകാക്ക് 2 മാർക്ക്, ശ്രീക്ക് 2 മാർക്ക്. 2 മാർക്ക്. കോളേജില് ഞാൻ ജോയിൻ ചെയ്ത വർഷം, അതായത് എത്ര കൊല്ലങ്ങളാണ് നിങ്ങൾ എന്റെ കൂടെ നടക്കുന്നത്? കറക്റ്റ് ആയിട്ട് പറഞ്ഞോ. ഇവള് കോളേജിൽ ജോയിൻ ചെയ്യുന്നതിന്റെ തൊട്ട് എന്നുവെച്ചാൽ ആ വർഷം ഞങ്ങൾ കുറെ ഓടി. നമ്മൾക്ക് ഓർമ്മയില്ലേ നമ്മള് കോളേജൊക്കെ തപ്പി നടന്നു നോക്കി. എന്നോട് പറഞ്ഞു എനിക്ക് പറ്റിയില്ലാവില്ലേ? 20 എഴുതി വെച്ചിരിക്കുന്നു ശ്രീ. ഇതൊന്ന് നോക്കട്ടെ. മര്യാദക്ക് ആലോചിച്ച് എഴുതിയാ മതി. ഞാൻ കണക്കിന് പുറകിലാണ്. ടിക് 1, ടിക് 2, രണ്ടെണ്ണം എഴുതാൻ പറ്റുമോ? ടിക് 4, ടിക് 5. കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? കടിക്ക് നോക്കട്ടെ. 2017 to 2020. 17, 18, 19 ഒരുമിച്ച് അത് ഇത് വേണ്ട. 18, 2019 പറയട്ടെ. 2018. അതെന്തറിയോ, ഞാൻ കോളേജിന്റെ പാസ് ഔട്ട് ആയ വർഷം അതിന് ശേഷമാണ് ഞങ്ങൾ എല്ലാരും കൂടെ ഇവളെ കോളേജിന്റെ നോക്കിയിട്ട് ഇറങ്ങുന്നത്. അതെ, ഞാൻ 5 അത് കറക്റ്റ് ആയിട്ട് എഴുതി വിചാരിച്ചു. കാരണം 5 പഠിച്ചിറങ്ങിയിട്ടാണ് ഞാൻ ആ പക്ഷെ കോളേജിൽ. എന്റെ തലയിൽ എന്താ അറിയോ, ഞാൻ 2014-17 ബാച്ചാ. അപ്പൊ ആ 17 ഓള് ജോയിൻ ചെയ്തിട്ട് 20 വരെ എന്റെ തലയിൽ. ഞാൻ 2018 എനിക്ക് അറിയുന്നില്ല. വെറുതെ എഴുതിയതല്ലേ 2019. അല്ല ശരിക്കും ഈ ഇപ്പൊ എത്ര എണ്ണം ജയിച്ചു? രണ്ടെണ്ണം. അല്ല അതല്ല, അത് കുഴപ്പമില്ല. അടുത്ത ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും. ഞാൻ തോൽക്കലാണോ വേണ്ടി? 5, 2, 3. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. പക്ഷെ ഇവർ രണ്ടാളും തെറ്റിക്കുന്ന ഞാൻ വിചാരിച്ചല്ല കേട്ടോ. ഞാൻ ജയിച്ചു. പക്ഷെ ഈ ജയിക്കുന്നു വിചാരിച്ചതല്ല, തോക്കും വിചാരിച്ചാലും ഞാൻ ജയിപ്പിച്ചില്ലേ? അതുണ്ട്. ഈ ചോദ്യം ഞാൻ പ്രതീക്ഷയില്ല. അങ്ങനല്ല, നിങ്ങൾ പ്രതീക്ഷിച്ച ചോദ്യങ്ങൾ അതല്ല ഞാൻ ചോദിക്കാൻ പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ അടുത്തെന്തെങ്കിലും ശരിയായിട്ടുള്ള എനിക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്ട്, അതായത് ഞാൻ +1 പഠിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറയലുണ്ടായിരുന്നു എനിക്കൊരു സബ്ജക്ട് ഇഷ്ടമാണ് നിങ്ങളടുത്ത് പറയലുണ്ടായിരുന്നു. അത് ഇനി ഞാൻ ഡിഗ്രിക്ക് എടുക്കാൻ വിചാരിച്ചിരുന്ന ഒരു സബ്ജക്ട്. ഇപ്പൊ എനിക്ക് എന്തിനോടും താല്പര്യമില്ല. ആ സബ്ജക്ട് ഏതാണ്? ഞാൻ എഴുതി. ജുൻകാക്ക് അറിയാം, ജുൻകാനോട് ഞാൻ വളരെ അധികം പറഞ്ഞൊരു സബ്ജക്റ്റ് ആണത്. കാരണം ആ സബ്ജക്ട് വെച്ച് എനിക്ക് ഒരുപാട് ഒരു തുടർ കഥകൾ ഉണ്ടായിരുന്നു. ആ കഥകളൊന്നും എനിക്കറിയില്ല. എനിക്ക് ഏകദേശം ഓള് പറഞ്ഞൊരു സബ്ജക്റ്റിനെ പറ്റി ഒരു ഓർമ്മയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അവൾ എന്റെ അടുത്ത് ഒരു സബ്ജക്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഡിഗ്രിക്ക് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ ജുൻക വേഗം എഴുതി. എനിക്ക് മാത്സ് ഒന്നും ഇല്ലാത്താണ് കേട്ടോ. മാത്സ് ഒന്നും റെഡി. തിരിച്ചോ. സോഷ്യോളജി കാണിക്ക്. ഹിന്ദി എഴുതി വെച്ചിരിക്കുന്നു. ഹിന്ദിക്കില്ല, +2 ഹിന്ദി ഇല്ല. എനിക്ക് സോഷ്യോളജി ആണ്. മോനെന്റെ ലാംഗ്വേജ് മലയാളം കേട്ടോ. ഞാൻ ഹിന്ദി എടുത്തിട്ടില്ല. ഫ്രണ്ട്സിന്റെ ഭാഗം നല്ല ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി തെറ്റിക്കരുത്, മനസ്സിലായോ? 20 ക്വസ്റ്റ്യൻ ഞാൻ തെറ്റിയില്ല. ജുനു 20 എണ്ണുള്ളൂ. ഓരോന്നോരോന്ന് തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. നോക്ക് ഇവിടെ എന്തൊക്കെ എത്ര നുറുക്ക വരച്ചു വെച്ചോ നോക്ക്. 1, 2, 3. അതിനകത്ത് ഞാൻ 2 എണ്ണം ഞാൻ വരട്ടെ. അങ്ങക്ക് എത്ര മാർക്കായി? എനിക്ക് 5-ല് 4 പോയിന്റ്. ശ്രീക്ക്? എനിക്ക് 5-ല് 4 പോയിന്റ്. 5-ല് 4 പോയിന്റ് അവർക്ക്. ജുൻകാക്ക് 5-ല് 2 പോയിന്റ് കേട്ടോ. തെറ്റാനുള്ളതാണ്. ബാക്കി ഫുൾ ശരിയാക്കി. തീരുമാനത്തിനൊരു കുറവുമില്ല. ഡ്രീം ലൊക്കേഷൻ ടു ലിവ്. എനിക്ക് ജീവിക്കാൻ ഇഷ്ടമുള്ള അല്ല, വേറൊരു കാര്യമുണ്ട്. നിങ്ങളത് കറക്റ്റ് കൺട്രി അങ്ങനൊന്നും എഴുതണമെന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആംബിയൻസ് ഉണ്ടാവുമല്ലോ. അതായത് ഞാൻ എനിക്ക് ഇന്ന ഒക്കെ രീതിയിലാണ് വേണ്ടത് ആ ഒരു സ്ഥലം എന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യും. അത് നമ്മളെ വിവരിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും എഴുതി കഴിഞ്ഞാൽ ശരിയാക്കിയാൽ മതി. വിഷയമില്ല.
ഏകദേശം തിരിച്ചോ ഫസ്റ്റ് ഞാൻ നിനക്ക് തന്നെ നോക്കണേ. ഹിൽ സ്റ്റേഷൻ വാട്ടർഫോൾസ് അങ്ങനത്തെ ഒക്കെ ഒരു രീതിയിൽ ആ ഹിൽ സ്റ്റേഷൻ ഞാൻ സ്വിറ്റ്സർലാൻഡ് എഴുതിയേ. സ്വിറ്റ്സർലാൻഡ് ഹിൽസ് 3 ഓ, ഇതിന് രക്ഷപ്പെട്ടു. കൂടെ ജീവിക്കേണ്ട ഏത് സ്ഥലത്താ ജുൻക പറഞ്ഞില്ലേ കഴിഞ്ഞു കഥ. ചോദിക്കട്ടെ, ഇത് ജുൻക കറക്റ്റ് ആക്കും കേട്ടോ. ഇവരും കറക്റ്റ് ആക്കും എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ഷൂവിന്റെ സൈസ് അത് നിനക്കൊക്കെ അറിയാം, ഇവർക്കും അറിയാൻ തോന്നുന്നു. തെറ്റിച്ച തല്ലു ഞാന്. റെഡി അല്ലേ? തിരിച്ചോ. എന്റെ തന്നെ എനിക്ക് മര്യാദയ്ക്ക് ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ ഇത് കറക്റ്റ് ആയിരിക്കുന്ന 37 37 എന്താ 37 അല്ല 37 അല്ല 7 എന്നുള്ളത് ഞാൻ എഴുതിയത്. 37 അല്ല 37 അല്ലേ? 6 അല്ലേ ജുൻക? 6 ഞാനാ. ഞാൻ 6. ഓക്കെ ഒരു അടി മുക്കിനെ കൊടുക്കണം. അത് കൊടുക്കണം. തിരിച്ചറിയാം. ഇതിന് ഈ കൊടു. ആ, കൊടു, 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 കൊടു. അത് കൊടുക്കണം, അത് കൊടുക്കണം. അത് വേണം. ഞാൻ വിചാരിച്ചു നിങ്ങൾ ആരെങ്കിലും എനിക്ക് ശിവക്ക് വാങ്ങിച്ചു. ഞാൻ ഒറ്റക്ക് പോയിട്ട് അങ്ങനെ വാങ്ങലില്ല കഴിച്ചു. അതുകൊണ്ട് ആ, കൊടു, 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 കൊടു. മല്ലേ? ആ, മതി. താങ്ക് യു. അപ്പൊ കറക്റ്റ് മാർക്ക് ഇട്ടോ. ആകെയുള്ള മാർക്കാണ് അത് വെട്ടിക്കളയാനായിട്ട് നിൽക്കാം. എന്താണ് അടുത്ത ചോദ്യം. ജുൻകാന് നല്ല ടെൻഷൻ ഉണ്ട്, അതുകൊണ്ട് ജുൻകാനെ വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. സൗണ്ട് തുറന്നു തരായിട്ടാണ്. കുറച്ചുകൂടെ ഇതൊന്നുമില്ല ജുൻകാന്റെ സൗണ്ട് പോരട്ടെ. സൗണ്ട് തുറന്നു തരായിട്ടാണ്. ആ ഓക്കെ, സൗണ്ട് തുറന്നു വരായിട്ടാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യന്, ഇത് എന്താ അവര് പറയുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ജുൻക അത് പറയണം. നിർബന്ധ ജുൻക അത് പറയണം. എനിക്ക് ഒരു ലേഡി ബേർഡ് സൈക്കിൾ ഉണ്ടായിരുന്നു, നിങ്ങൾക്കൊക്കെ അറിയാലോ. ആ സൈക്കിളിന്റെ കളർ, അതായത് ലേഡി ബേർഡ് പല കളറിലുണ്ടല്ലോ, അപ്പൊ അതിന് കറക്റ്റ് കളർ എന്താന്നുള്ളത് ഏകദേശം പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി തരണം നിങ്ങൾ. എനിക്ക് ഇവള് പറഞ്ഞത് നിന്റെ ഓർമ്മയിൽ വെച്ചിട്ട് ഇതാണ് ഞാൻ ഒന്ന് എഴുതി. നിന്റെ ഓർമ്മയിൽ വെച്ചിട്ട് ഇതാണ്. കഴിഞ്ഞോ ജുൻക? കഴിഞ്ഞോ? കണ്ടത് വെച്ചിട്ട് ഇതാണ്. ജുൻക കണ്ട ആ സൈക്കിള് ജുൻക കണ്ടതാണ്, അതുകൊണ്ടാണ് കാണാൻ ചാൻസ് ഉള്ളതാണ്. കാണാൻ ചാൻസ് ഉള്ളതാണ്. അങ്ങനെ കണ്ടിട്ടില്ല, എന്നാൽ ആ സൈഡിൽ ഇങ്ങനെ ചാരി ആ സൈക്കിൾ ചാരി വെച്ചിട്ട് ജുൻക, അതായത് ജുൻകായും ഞാനും മീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ സൈക്കിൾ ചവിട്ടിയിട്ടില്ല. ആ സൈക്കിൾ ജുൻകന്റെ വീട്ടിന്റെ അവിടെ മതിൽമേൽ ചാരി വെച്ചിട്ട് കണ്ടതാണ്. എഴുതി കാണിക്കും. പിങ്ക് പിങ്ക് പിങ്ക്. ശരിക്കും എന്തായിരുന്നു? പിങ്ക് അല്ല, പിങ്കും വൈറ്റും കൂടി കൂടി കൊട്ടയൊക്കെ വൈറ്റ് ആയിട്ട് അതന്നല്ലേ? അതൊന്നുമില്ല. അതാരെ സൈക്കിള്? വൈറ്റ് കൊട്ടല്ല പറഞ്ഞു. ബ്ലാക്ക് കൊട്ട. ബ്ലാക്ക് അതും കൊട്ട ഇങ്ങനെ കളറ് പറ. എന്താ ഡാർക്ക് ഒരു ബർഗണ്ടി ഷെയ്ഡ് ഇല്ലേ? അതിന്റെ പിങ്ക് ഡാർക്ക് പിങ്ക് അല്ലേ? അത് ലേഡി ബേർഡിന്റെ 2 പിങ്ക് വരുന്നുണ്ട്. അത് പിങ്ക് ആണ്, ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്ക്. ഇതിന്റെ ലൈറ്റ് പിങ്ക് ഒറ്റ പിങ്ക് അല്ല, എനിക്ക് ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും വരുന്നുണ്ട്. മജന്ത പോലത്തെ ഒരു ഡാർക്ക്. അതാണ് അതാ എന്റെ തലയിൽ കണ്ടത് ഒറ്റ പിങ്ക് ഉള്ളു. ആ പിങ്ക് എനിക്ക് എന്റെ ഉള്ളിലുള്ളത് ആ പിങ്ക് എഴുതിയത് കത്തിയിട്ട് പോയി. എനിക്ക് ലേഡി വേണ്ട കളർ അറിയില്ല. നിങ്ങളിപ്പോ ഉള്ളില് കണ്ട പിങ്ക് ഏതാ? എനിക്ക് ഉള്ളിലൊന്നും നോക്കാൻ പറ്റുമോ? ക്ലിയർ ആക്കാൻ പറ്റാത്തത് അപ്പൊ എല്ലാവർക്കും പോയി. ഓക്കെ, ഇതിപ്പോ നമ്മളെ 8ാമത്തെ ചോദ്യമായിരുന്നു കേട്ടോ. 7 മാർക്ക് ഓൾറെഡി എനിക്ക് ഇവിടെ ഉണ്ട്. ശ്രീന് മാർക്ക് എന്താ? 1 2 3 4 5. ജുൻകാക്ക് 5 പോയിന്റ്സ്, എനിക്ക് 7 പോയിന്റ്. ശ്രീക്ക് 7 പോയിന്റ്, 5ക്ക് 7 പോയിന്റ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ആർക്കും കിട്ടും തോന്നിട്ടില്ല. എന്റെ ബർത്ത് ടൈം, അതായത് ഇമ്മ പറഞ്ഞ കഥകളിൽ നിങ്ങൾ ഈ അടുത്ത് കേട്ടിട്ടുണ്ട്. എന്റെ ബർത്ത് ടൈം ഉമ്മ പറഞ്ഞ എനിക്ക് ഓർമ്മ, പക്ഷെ അതല്ല ഞാൻ കൃത്യ സമയം എഴുതണം, അല്ലെങ്കിൽ രാവിലെ ഉച്ച വൈകുന്നേരം രാത്രി. അങ്ങനെയല്ല. ഇപ്പോ രാവിലെ, അതിരാവിലെ, ഉച്ചരാന്നൊക്കെ പറയില്ലോ, അങ്ങനത്തെ ഒരു സമയം. വൈകുന്നേരം, സന്ധ്യാസമയം, പാതിരാത്രി, ഇന്ന ടൈമിന്റെ ഇടയ്ക്ക് എന്നൊക്കെ പറയല്ലോ. അതായത് ഇപ്പോ 8നും 10നും ഇടയ്ക്ക് അങ്ങനൊക്കെ എഴുതണം. അല്ല, രാവിലെ 8 to അങ്ങനെ എഴുതി. ഞാനൊരു സാധനം എഴുതി. എന്തെങ്കിലും ഏതെങ്കിലും ഒരു സമയം പറഞ്ഞു തന്നാ മതി. കഴിഞ്ഞോ? ഞാൻ കഴിഞ്ഞു. കെഞ്ചുൻക്ക് 2 സമയം ഒന്നും ഇരിക്കരുത്. ഞാൻ ഒറ്റ പ്രാവശ്യം ജനിച്ചുള്ളൂ. 5
5 കുട്ടീനെ ഫോട്ടോ ഒക്കെ വയ്ക്കും. ഞാൻ എഴുതി ഓക്കേ, കാണിക്ക്. വൈകുന്നേരം ആഫ്റ്റർ 4 PM. ആഫ്റ്റർ 4 PM ഞാൻ എപ്പോ വേണമെങ്കിലും ഡെലിവറി ആവാം. അല്ല, വൈകുന്നേരം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നട്ടുച്ച ആഫ്റ്റർനൂൺ തെറ്റാണ്, വൈകുന്നേരം 4 PM തെറ്റാണ്, നൈറ്റ് 10 to 2 കറക്റ്റ് ആൻസർ. ഞാനൊരു 12 മണിന്റെ 1 മണിന്റെ ഇടയിലാണ്, ലേറ്റ് നൈറ്റ് ആണ്, 12 മണിന്റെ 1 മണിന്റെ ഇടയിലാണ് ഞാൻ ജനിച്ചത്. അപ്പൊ ഈ അടുത്ത് നമുക്ക് കഥ പറഞ്ഞു. ഞാൻ എന്താ പറയാ, ഉമ്മ കഥ പറഞ്ഞത് നട്ടുച്ചയ്ക്ക് ഉമ്മ എന്താണ് വേദന വന്നിട്ട് ഓടി നിന്റെ തലയിൽ. അതാ പ്രശ്നം. അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് ഇപ്പൊ ഒരു ആഗ്രഹമുണ്ട്, അതായത് നിങ്ങളടുത്ത് ഞാൻ പറയലുണ്ട്, ഇപ്പൊ എനിക്കതൊരു ആഗ്രഹമാണ്, പെട്ടെന്ന് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കത് ചെയ്യണം എന്ന് ഞാൻ പറയലുണ്ട്, ഇടക്കിടക്ക് പറയലുണ്ട്. ഒന്ന് കൃത്യമായിട്ട് ചോദ്യം പറഞ്ഞുതരുമോ? എനിക്കൊരു ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം ഞങ്ങളടുത്ത് എപ്പോഴും പറയലുണ്ട്, പെട്ടെന്ന് നടത്താൻ പറ്റുന്ന ഒരാഗ്രഹം. ആ, നിങ്ങളോടും പറയലുണ്ട്. ഇല്ലെങ്കിൽ ഇതിൽ പെട്ടെന്ന് നടത്താൻ പറ്റുന്നതാണോ അല്ലെ നടക്കണം ആഗ്രഹമുള്ളതാണോ? നടക്കാൻ ആഗ്രഹമുള്ളതാണ്. ഞാൻ ഈ അടുത്തായിട്ട് ഇടക്കിടക്ക് പറയും എനിക്കത് വേണം, അല്ലെങ്കിൽ എനിക്കത് ചെയ്യണം, അങ്ങനെ പറയലുണ്ട് എല്ലാവരുടെ അടുത്തും. ഞാനൊരു സാധനം എഴുതി. ശ്രീക്ക് അത് എനിക്ക് തോന്നുന്നു ശ്രീ കറക്റ്റ് ആയിട്ട് അത് പറയുന്നു, കാരണം കൂടുതലായിട്ട് ഞാനത് ഡിസ്കസ് ചെയ്യുക ശ്രീന്റെ അടുത്താണ്. അപ്പൊ നമ്മള് ഒട്ടി ചോദിക്കരുതല്ലോ. നിങ്ങളടുത്തും പറയുന്ന കാര്യമാണത്. ശ്രീയാണ് കൂടുതലായിട്ട് എന്റെ അടുത്ത് ഇത് ഡിസ്കസ് ചെയ്യല്. എഴുതിയോ? കാണിക്കും. റൂം മേക്ക് ഓവർ, ഹൗസ്, റൂം മേക്ക് ഓവർ. ഇതിനക്ക് എന്താ ബിസിനസ്സാ? റൂം മേക്ക് ഓവർ. ഇത് ഇവര് പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ്, പക്ഷെ എനിക്ക് ഇപ്പൊ നടക്കാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ റൂം മേക്ക് ഓവർ ആണ്. പക്ഷെ നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഓർമ്മയില്ല. 1 2 3 1 2 3 ഇത് പറഞ്ഞ ആഗ്രഹങ്ങൾ ഉള്ളതാണ്, പക്ഷെ ഇപ്പൊ നടത്താന്ന് പറയുന്നതല്ല അത്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെ, ഞാനൊരു 2ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എനിക്കൊരു കുറച്ച് വലിയൊരു അപകടം പറ്റിയിട്ടുണ്ട്. ആ അപകടം എന്താണ്? അതെല്ലാവർക്കും അറിയാലേ? എന്ത് പറ്റിയടാ? വയ്യേ എനിക്കെന്താ പറ്റി? നിങ്ങൾ എഴുതണോ? കോമഡിയാ? ഷാമി എന്ന് പറയുമ്പോ ആലോചിക്കുന്നത് അതാണല്ലേ. ഷാമി ചെറുതാവെന്ന് പറയുന്നത് എല്ലാരും ആലോചന ആയിരുന്ന ഒരു സാധനമാണ്. 2ാം ക്ലാസ് പഠിക്കുമ്പോ ചുരുക്ക ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞല്ലേ, പിഞ്ചു കുഞ്ഞായിരുന്നു. ഇപ്പൊ കൂടുതൽ ക്ലൂ കൊടുക്കരുത്. ഇനി ഞാൻ ക്ലൂ കൊടുക്കൂലേ, നിങ്ങൾക്ക് തെറ്റിച്ച് കാണിക്കുന്നേ. കഴിഞ്ഞോ? കാണിക്ക്. അലമാര മേല് വീണു. അലമാര ആക്സിഡന്റ്. അലമാര ആക്സിഡന്റ്. അലമാര വീണു. അലമാര വീണു. കറക്റ്റ് ആണ്. അത് ഈ അടുത്തെങ്കിലും ഓർമ്മ വന്നെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. അലമാര വീണതിന് സന്തോഷിക്കുന്ന ആദ്യമായിട്ട്. അത് സംഭവം എന്താ അറിയോ, ഇവിടെ എൻഗേജ്മെന്റിന്റെ വീഡിയോ ഇല്ലേ, അതിൽ നിങ്ങൾക്ക് വിഷമമുള്ള എന്തെങ്കിലും ഒരു സാധനം നടന്നിട്ടുണ്ടോന്ന് ക്യാമറ എടുത്ത് ഇവരെടുത്ത് ചോദിച്ചു. വിഷമല്ല, ഷാമിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ എന്ന് പറഞ്ഞപ്പോ നിസാർക്ക് മാസിക്ക് ഇവനും കൂടി പറഞ്ഞതാണ് അലമാര വീണു. 2ാം ക്ലാസ് നിസാർക്കാണ് പറഞ്ഞത്. നിസാർക്ക് പറഞ്ഞു ഇവിടെ 2ാം ക്ലാസ് പഠിക്കുമ്പോ അലമാര മേല് വീണിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ ഞങ്ങളെ തലയിൽ വന്നതാട്ടോ. അതായത് സംഭവം ശരിക്കും ആലോചിക്കുമ്പോ ഭയങ്കര പേടിയാണ്. ഞാൻ അലമാരന്റെ മുകളിൽ എല്ലാരും വീട്ടുകാരവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ക്രയോൺസ് കാണുന്നില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ക്രയോൺസ് എടുക്കാൻ വേണ്ടിയിട്ട് അലമാരന്റെ മുകളിൽ തപ്പാൻ വേണ്ടിയിട്ട് ജനലിന്റെ മുകളിൽ കയറിയിട്ട് അലമാരന്റെ താഴെ ഒരു ഷെൽഫ് ഉണ്ടാവുമല്ലോ ഇങ്ങനെ തുറക്കുന്നേ, ആ ഷെൽഫിന്റെ മുകളിൽ ചവിട്ടി നിന്ന് ആ അലമാര പല്ലി അരയുന്ന പോലെ ഞാൻ അലമാരന്റെ അടിയിലുണ്ടായിരുന്നു. പിന്നെ കാര്യച്ച് അങ്ങനെ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. എവിടെ പാടുണ്ടോ? ഇവിടെ എവിടെ ഒരു വെട്ടുണ്ട്, അത് ആ കണ്ണാടി ഉണ്ടാവല്ലോ, ചെറുതായിട്ടൊന്ന് തറച്ചതാ. പിന്നെ അങ്ങനെ കാര്യമായിട്ട് അപകടമൊന്നും പറ്റിയില്ല, പക്ഷെ അതൊരു വലിയ അപകടമായിരുന്നു. കാരണം അലമാര വീണ സമയത്ത് ആ അലമാരന്റെ മുകളിലുള്ള കണ്ണാടി ഫുള്ള് പൊട്ടി വീണ് ഞാൻ അതിന്റെ അടിയിൽ കിടക്കുകയായിരുന്നു. എന്തോ ഭയത്തിന് കഴിച്ചില്ല. ഇവിടെ ചെറിയൊരു മുറിവുണ്ടായിരുന്നു, പിന്നെ കാലിന് ചെറിയൊരു മുറിവല്ല, നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് റെഡി. പിന്നെ എന്നെ സാറന്മാരൊക്കെ സ്കൂളിൽ നിന്ന് കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അലമാര വീണിട്ട് നിങ്ങൾക്കത് സിമ്പിൾ ആയിരിക്കും, പക്ഷെ അത് അന്ന് ടവറിനെടുക്കാം. 7 11 7 ശ്രീക്ക് 11 8 9 11 ഞാൻ 8 5 11 8 ജുൻക പിന്നിലാണ് കേട്ടോ. ഞാൻ മുന്നോട്ട് വരും. ചോദിക്കട്ടെ, എന്റെ സോഡിയാക് സൈൻ
ഞാൻ എഴുതി. ഞാൻ എഴുതി. എന്താ എഴുത് എന്താ 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 ഏത് എന്താ കഴിക്കുള്ളൂ ഞാൻ ഇതിലേത് ശ്രീന്റെ എനിക്കറിയാലോ. അതെന്താ അറിയോ, എനിക്ക് ഓർമ്മയില്ല എന്റത്. ശരി ഓക്കെ. ഇവർക്ക് ഒന്നും തലയിൽ വെക്കൂല. ജിൻക എഴുതിയോ? തെറ്റാണെന്ന് അറിയുക. റെഡി? കാണിച്ചോ കാണിച്ചോ കാണിച്ചോ. ലിബ്ര. ലിബ്ര ഒന്നും കാര്യം പറഞ്ഞൊരു സാധനല്ലേ, എനിക്കത് പേരെന്നെ എനിക്ക് ഓർമ്മയില്ല. അതല്ല എന്തായാലും സ്കോർപിയോണോ? അത് നിങ്ങളെ സോഡിയാക് സൈൻ ലിബ്ര. കറക്റ്റ് ആയിട്ട് 5 മാത്രമേ എഴുതിയിട്ടുള്ളൂ. 1 2 3 അയ്യോ 1 2 3 എപ്പോഴും സംസാരിച്ചിട്ട് പിന്നെ എന്നിങ്ങനെ സോഡിയാക് സൈനെ പറ്റി ചോദിക്കല്ലേ. അടുത്ത അടുത്ത എത്രാമത്തെ ജിൻകാനെ ഇതിൽ നിന്ന് ക്വിറ്റ് ചെയ്യിപ്പിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഞാൻ പോവില്ലെന്നാണ് അടുത്ത ഞാനൊരു TV ഷോനെ പറ്റി നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയുന്നുണ്ട്. അതായത് ഒരു പഴയ TV ഷോ ആണ്, ഇംഗ്ലീഷ് ആണ്. ഞാൻ എപ്പോഴും എന്റെ ഒരു എഴുതി കഴിഞ്ഞ TV ഷോ ആണ്. ഞാൻ എഴുതി ഇതുവരെ എഴുതി. ഞാൻ എപ്പോഴും ജിൻകാന്റെ അടുത്ത് ഇങ്ങനെ പറയലുണ്ട്. ഇപ്പൊ സന്തോഷാണെങ്കിലും സങ്കടമാണെങ്കിലും ഒക്കെ എനിക്ക് അത് ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല രസമാണെന്ന് പറയുന്നത്. അതേതാ? ഞങ്ങൾ ഒരു കംഫർട്ട് TV ഷോ. എഴുതി. ജിൻക വലിയ എന്തോ എഴുതി കഴിഞ്ഞ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ്. പഴയ കോമഡി തക്കാശിക്ക TV ഷോ ഇംഗ്ലീഷിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻക അത് ചൈനീസ്. നമുക്കിത് പുറത്തുനിന്ന് ഡീൽ ചെയ്താലോ? ക്യാമറ ഓഫ് ആക്കി നമുക്കിത് ഡീൽ ചെയ്യാം. അതല്ലേ നല്ലത്. കൊറേ മുന്നേ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഫ്രണ്ട്സോ ഇവർക്ക് ഒരു സമയത്ത് പ്രാന്തായിരുന്നു തോന്നുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ്? പാസ്ത, സദ്യ, ബർഗർ. ഏതാണ്? പാസ്ത, സദ്യ, ബർഗർ. ഏതാ? അത് ഭയങ്കര ടഫാ. അതെ ഭയങ്കര ടഫാണ്. ഇങ്ങനെ ഇത്ര ടഫ് ക്വസ്റ്റ്യൻ ഒന്നും തരരുത്. ഞാൻ എഴുതി സദ്യ. ഞങ്ങളുടെ സദ്യ പാസ്ത പാസ്ത സദ്യ. പാസ്ത ഞാൻ അങ്ങനെ തിന്നില്ല. പാസ്ത ഇഷ്ടമാണ്. അല്ല ഓള് തിന്നാത്തോണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സദ്യയാണ് ഇഷ്ടം. അതായത് ഈ 3 എണ്ണത്തിൽ വെച്ച് നോക്കുമ്പോ പാസ്തയും ബർഗറും ഇഷ്ടമാണ്. ഇഷ്ടമല്ല പക്ഷെ എനിക്ക് ഈ 3 എണ്ണത്തിൽ ഇഷ്ടം സദ്യയാണ്. സാമ്പാറൊക്കെ കൂട്ടി ആ കൂട്ടുകറിയൊക്കെ കൂട്ടി ഇങ്ങനെ കുഴച്ച് അതന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എടുത്തിട്ട് ഓളിങ്ങനെ എക്സ്പ്രഷൻ ഇടും. അതൊക്കെ ഇങ്ങനെ കൂട്ടി അതാണ് കറക്റ്റ്. 1 2 3 1 2 3 ഇവിടെ മഴ വരുമല്ലോ. എത്ര കിട്ടി? ഞാൻ സ്കോർ ചെയ്യും. ഇതിലൊന്നും തളരില്ല. ഞാൻ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ തളരരുത്. അടുത്തത് ഞാൻ സാഡ് ആയിരിക്കുന്ന സമയത്ത് എന്നെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ. കൊറേ എഴുതണോ? അത് നിങ്ങൾ വിവരിച്ചിട്ട് വിവരിക്കാതെ എങ്ങനെയാണെങ്കിലും എഴുതാം. ഞാൻ ഇന്നതൊക്കെ ചെയ്താലാണ് ഞാൻ ഹാപ്പി ആവുക. അല്ലെങ്കിൽ ഒന്ന് ജിൻക അതിൽ സ്കോർ ചെയ്തിട്ടില്ലെങ്കിൽ ഈ കൈക്കും ഈ ബോക്സിങ്ങിന്റെ സാധനം ഇട്ടറന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ 2 എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. 5 കഴിഞ്ഞോ? ജിൻക കഴിഞ്ഞോ? ഒരു ലിസ്റ്റ് എഴുതിട്ടുണ്ട്. കവിത ഒക്കെ എഴുതുന്നുണ്ട്. കഥയോ കവിതയോ തിരികെ ഫുഡ് ജിൻകാൻ നോക്കണം. ഗോഷ്ടി അളക്കണ്ടല്ലോ. ഒന്ന് രണ്ടാമത്തെ ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കല്ലോ. അതുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമല്ലോ. എന്താ പറയാ, ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ പഴയ നമ്മളാ കാര്യങ്ങളൊക്കെ സംസാരിച്ചിങ്ങനെ ആ ഒരു പഴയ സംസാരിച്ച് കൂളാക്കി ആ ഒരു രീതിയിൽ പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആ ഒരു വൈബിലേക്ക് ഇങ്ങനെ. അതായത് ഞങ്ങളെ പഴയ ലവ് സ്റ്റോറി ഒക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനപരമായിട്ട് കൂളായിട്ട് ഇരിക്കുന്നത്, പഴയ കാര്യങ്ങൾ ആലോചിച്ച് സംസാരിച്ചിരിക്കുക. അതാണ് ഉദ്ദേശിച്ചത്. ഫുഡ് ഷോപ്പിംഗ്. ആ ഫുഡ് ഷോപ്പിംഗ് അതും കറക്റ്റ് ആണ്. അതായത് മൈൻഡ് റിഫ്രഷ് ആക്കാൻ അതും ഓക്കെയാണ്. ഞാൻ ഡാൻസ്, ട്രിപ്പ്, ഫുഡ് എല്ലാം കറക്റ്റ് ആണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അടുത്ത ക്വസ്റ്റ്യൻ. ഫെബ്രുവരിയിൽ കുറെ ഫിലിംസ് ഇറങ്ങിയിട്ടുണ്ടേനല്ലോ. നല്ല
ഇപ്പൊ ലാസ്റ്റ് ഫെബ്രുവരിയിൽ 2024 ഫെബ്രുവരിയിൽ ഞാൻ കണ്ട ഫിലിംസ് എല്ലു ഫെബ്രുവരിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പുറത്ത് സിനിമ കണ്ടത്. അതെ. അതിപ്പോ ഞാനോ ജിൻകായുണ്ട്. ജിൻകാന്റെ കൂടെ ഞാൻ അധികം വന്നത്. കണ്ട ഫിലിംസിനെ ഞാൻ കുറെ ഉണ്ട്. ഒന്നെനിക്ക് കിട്ടി ഇതന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ ഫിലിമിന്റെ പേരിട്ടില്ലേ? ഈ നടനും നടിയും ആ ഒരു എന്തെങ്കിലുമൊക്കെ എഴുതി വെക്ക് പ്ലീസ്. അങ്ങനെ മാർക്ക് കണ്ട ഫിലിംസിനെ പറ്റി എന്താണ് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ കണ്ട ഫിലിംസ് ഒക്കെ ഞങ്ങളെല്ലാരും കൂടെ ആണ് കണ്ടത്. എന്നാലും ഇവരെ കൂടെ അല്ലാതെ ജുൻഖാന്റെ കൂടെ അല്ലാതെ ഞാൻ പോയി ജുൻഖാന്റെ കൂടെയും പോയി കുടുംബക്കാരുടെ കൂടെ പോയൊക്കെ കണ്ടത് 4 പ്രാവശ്യമൊക്കെ ഒരു സിനിമ. പക്ഷെ എല്ലാവർക്കും അറിയാം അത് കണ്ടിട്ടുണ്ടെന്നുള്ളത്. എല്ലാരും കണ്ടിട്ടുണ്ട്. ഓക്കെ റെഡി നോക്കണേ. പ്രേമലു ഭ്രമരോ അല്ല ബ്രഹ്മയുഗ ഞാൻ ഉദ്ദേശിച്ചത്. ബ്രഹ്മയുഗ പിന്നെ മഞ്ഞുമൽ ബോയ്സ്. പ്രേമലു മറ്റൊരു പേരിക്ക് പറഞ്ഞു ഭ്രമയുഗോ. അതെ അതാണ് കറക്റ്റ്. എന്താണ് മുണ്ടുമൽ ബോയ്സോ? മഞ്ഞുമൽ ബോയ്സ് മഞ്ഞുണ്ട് ബോയ്സ് എന്നാ എഴുതിയേ. മഞ്ഞുമൽ ബോയ്സ് ഭ്രമയുഗോ. ആ പ്രേമലു ഞാൻ 4 ഇട്ടിട്ടുണ്ട് അവിടെ. 4 തവണ പോയി കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ശ്രീ ഒന്നും എഴുതിയിട്ടില്ല. അതെന്ത് ചെയ്യും? അത് കൊടുക്കാം മാർക്ക്. ഫെബ്രുവരിയിൽ ഞാൻ കണ്ട ഫിലിംസ് എന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ ശ്രീ ഒന്നും എഴുതിയിട്ടില്ല ഗൈസ്. അപ്പൊ ശ്രീക്ക് പോയിന്റ് ഇല്ല. എന്തെങ്കിലും ഒന്ന് എഴുതി വെച്ചൂടേനോ? അല്ല ഒരാൾ ഭ്രമരൻ എന്തെങ്കിലും എഴുതി വെച്ചു. അതിന്റെ അങ്ങനെ ഭ്രമരം എന്നുള്ളത് ബ്രഹ്മയുഗ ഉദ്ദേശിച്ചത്. ഇത് ലാസ്റ്റ് ചോദ്യം കേട്ടോ. എനിക്ക് വയ്യ ഗൈസ്. ഓക്കെ എന്റെ മുഖത്തുള്ള ഈ പാടില്ലേ ഇവിടെ ഇവിടെ ഒരു കറുപ്പ് പാടില്ല ഇവിടെ. ഈ പാടിക്ക് എപ്പ വന്നതോ? ഈ ചോദ്യത്തിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം ഞങ്ങൾക്ക് മുന്നേ പറഞ്ഞു തന്നിക്കുന്നു. എനിക്കറിയില്ല. അറിയില്ല അറിയില്ല അറിയില്ല. +1 +2 ആണോ? +1 +2 അല്ല. ഞങ്ങൾക്ക് എന്താണിത് 8th പഠിക്കുക. പഠിക്കുന്ന സമയത്ത് എനിക്ക് എന്താ അറിയാം ഇവിടെ ഒരു വലിയൊരു ബൾബുമായിട്ട് ഒരു കുരു വന്നിട്ടുണ്ട്. ആ കുരു പൊട്ടി. കുരു പോയപ്പോ നേരെ അവിടെ ഒരു കാക്കപ്പുള്ളി മാറി. ആ കാക്കപ്പുള്ളി എന്താന്ന് എനിക്കറിയില്ല. ആ കുരു പോയപ്പോ ഇവിടെ അങ്ങനെ ഒരു കറുപ്പ് കളറിലുള്ള ഒരു കാക്കപ്പുള്ളി ആദ്യമായിട്ട് കേൾക്കുക. ഞാൻ കുറെ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് ഇതുണ്ടോ എല്ലാരും വിചാരിക്കും എല്ലാരും വന്ന് നിന്നെ നുള്ളി വെക്കുന്നു. അങ്ങനെ ഗൈസ് ഈ ചാലഞ്ചിലെ വിന്നർ ആയിരിക്കുന്നത് 5. ഈ രണ്ടാമത്തെ വിന്നർ ആയിരിക്കുന്നത് ഞാനാണ്. മൂന്നാമത്തെ സ്ഥാനത്ത് 17 ക്വസ്റ്റ്യൻ എങ്ങനെ ഞാൻ ചോദിച്ചു. അതില് ജുൻകാക്ക് കിട്ടിയത് 10 ആണ്, ശ്രീക്ക് കിട്ടിയത് 12 ആണ്, അഞ്ചിക്ക് കിട്ടിയത് 13 ആണ്. ശ്രീന്റെ എന്താ സംബന്ധിച്ചാല് ഒരു സിനിമ മിസ് ചെയ്തു അത്രേ ഉള്ളൂ. കറക്റ്റ് ആയിട്ട് എന്നാലും ചിഞ്ചുനും ഈ ആലോചിക്കണം ഞങ്ങളാണ് സ്കോർ. ഞാനെന്താ പറയാ ചില കാര്യങ്ങള് എനിക്ക് ഓർമ്മയില്ലാത്തോണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്. എന്റെ പാർട്ട്ണർക്കാട്ടും കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഡൂലിംഗോ ആപ്പിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എല്ലാവരും എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, this is ഷാമിയ, സഞ്ജിത. signing off.